നമസ്കാരം. ദിവീസ് ഡിവൈൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വിഷയം ഇൻഫിനിറ്റീവ് പവർ ഓഫ് വിഷ്ണു സഹസ്രനാമ എന്നതിനെ പറ്റിയാണ്. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അനന്തഫലസിദ്ധികളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഫലസിദ്ധികളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു എളിയ ഭക്ത മാത്രം. ഞാൻ മൂലം ഏതെങ്കിലും ഒരാൾക്കെങ്കിലും വിഷ്ണു സഹസ്രനാമം ജപിക്കുവാൻ തോന്നുകയാണെങ്കിൽ അത് എൻ്റെ ജന്മപുണ്യം. എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ആരാണോ ദിവസവും രാവിലെ എഴുന്നേറ്റ് ദേഹശുദ്ധി വരുത്തിയ ശേഷം ഈ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത്, അവന് ഇഹലോകത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും ലഭിക്കുന്നു. പരലോകത്തിലാണെങ്കിൽ മോക്ഷം ലഭിക്കുന്നു. വിഷ്ണു സഹസ്രനാമം ശ്രീ ഭീഷ്മ പിതാമഹൻ ശ്രീ യുധിഷ്ഠിര മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തതാണ്. ശ്രീ യുധിഷ്ഠിര മഹാരാജാവ് മഹാഭാരത യുദ്ധശേഷം അനേക ലക്ഷം ബന്ധുജനങ്ങളെ കൊന്നൊടുക്കിയ ശേഷം ആ പാപക്കറയാൽ മനസ്സിൻ്റെ വ്യഥയാൽ ശ്രീ ഭീഷ്മ പിതാമഹനോട് ഒരു ഉപദേശമാരായിരുന്നു. ശ്രീ സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ്റെ ഉപദേശപ്രകാരമാണ് ശ്രീ യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനെ തേടിയെത്തുന്നത്. ശരശയിൽ കിടന്നുകൊണ്ട് ശ്രീ ഭഗവാൻ കൃഷ്ണൻ്റെ മധ്യസ്ഥതയിൽ യുധിഷ്ഠിര മഹാരാജാവിന് ഭീഷ്മ പിതാമഹനാണ് ഈ വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കലികാലത്തിൽ നമ്മളെല്ലാം ചെയ്തു കൂട്ടുന്ന ഈ പാപക്കറയിൽ നിന്നും വിമുക്തരാവാൻ വിഷ്ണു സഹസ്രനാമം ജപിച്ചാൽ മാത്രം മതി എന്ന് ഞാൻ പൂർണ്ണമായി 100% സർട്ടിഫിക്കേഷനോടെ പറയുന്നു. അതുകൊണ്ട് നമുക്കും ധൈര്യസമേതം വിഷ്ണു സഹസ്രനാമം ജപിക്കാവുന്നതാണ്. ഒരു ബ്രാഹ്മണനാണ് ഈ വിഷ്ണു സഹസ്രനാമം ദിനവും ജപിക്കുന്നതെങ്കിൽ അവന് വേദാന്തത്തിൻ്റെ അനുഭൂതി ലഭിക്കുന്നു. ഒരു ക്ഷത്രിയനാണ് ജപിക്കുന്നതെങ്കിൽ അവന് വിജയം ലഭിക്കുന്നു. വൈശ്യനാണ് ജപിക്കുന്നതെങ്കിൽ അവന് ധനം ലഭിക്കുന്നു. നാം എന്താണോ ആഗ്രഹിച്ച് ജപിക്കുന്നത് അത് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു സന്താനത്തെ വേണമെന്ന് ആഗ്രഹിക്കുന്നവന് സന്താനം ലഭിക്കുന്നു. ധനം വേണമെന്ന് ആഗ്രഹിക്കുന്നവന് ധനം ലഭിക്കുന്നു. വിദ്യ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിക്ക് വിദ്യ ലഭിക്കുന്നു. സുഖ സന്തോഷം അഥവാ മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്നു. എന്താണ് ലഭിക്കാത്തത് എന്ന് പറയാൻ സാധ്യമല്ല. സതുദ്ദേശത്തോടെ നാം ആത്മാർത്ഥമായ ഭക്തിയോടെ മനസ്സുരുകി ഭഗവാനെ ഭജിച്ചാൽ ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം.